നമസ്കാരം, ജീവൻ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കിഫ്ബി മസാല ബോണ്ട് ഇടപാട് ഇഡി നോട്ടീസ് സ്റ്റേ ചെയ്ത ഹൈക്കോടതി. കിഫ്ബിക്കും മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനെതിരായ നടപടികൾക്കും വിലക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ള മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന് ജാമ്യം നിഷേധിച്ച് ഹൈക്കോടതി. മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീയുടെ അറസ്റ്റ് തടഞ്ഞ സുപ്രീം കോടതി. പീഡന പരാതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് ഹൈക്കോടതി മുമ്പാകെ. ചുമത്തിയ കുറ്റങ്ങൾ നിലനിൽക്കില്ലെന്ന് രാഹുൽ. തെളിവുകൾ ശക്തമെന്ന പ്രോസിക്യൂഷൻ. കേരളത്തിന് കേന്ദ്രത്തിന്റെ വക ഇരുട്ടടി പിന്നെയും. കടമെടുപ്പ് പരിധിയിൽ വെട്ടിക്കുറച്ചത് 5944 കോടി. സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാകുമെന്ന വിലയിരുത്തൽ. റഷ്യ ഉക്രൈൻ സമാധാന ചർച്ചകൾ പ്രതിസന്ധിയിൽ. ഉക്രൈനിലെ ഡോൺബാസ് പ്രദേശം വിട്ടുകിട്ടണമെന്ന് റഷ്യൻ പ്രസിഡന്റ്. കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുമെന്ന മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. ഒന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. മുൻകൂർ ജാമ്യം നിഷേധിച്ച സെഷൻസ് കോടതി വിധിക്കെതിരെ നൽകിയ അപ്പീലാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നത്. SIT രജിസ്റ്റർ ചെയ്ത ആദ്യ ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ജസ്റ്റിസ് ബെച്ചു കുര്യൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് വാദം കേൾക്കും. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് പ്രോസിക്യൂഷൻ നിലപാട് അറിയിക്കും. രാഹുലിനെതിരായ ബലാത്സംഗ കുറ്റം നിലനിൽക്കുമെന്നും മതിയായ തെളിവുണ്ടെന്നുമാണ് പോലീസിന്റെ വാദം. നേരത്തെ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ തിരുവനന്തപുരം അഡീഷണൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിന് പിന്നാലെ 2 ആഴ്ചയോളം നീണ്ട ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു വന്നിരുന്നു. കുന്നത്തൂർമേട് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തിയാണ് 15 ദിവസത്തെ ഒളിവ് ജീവിതം രാഹുൽ മാങ്കൂട്ടത്തിൽ അവസാനിപ്പിച്ചത്. രണ്ടാമത്തെ ലൈംഗികാതിക്രമ കേസിലും ഉപാധികളോടെ ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാനെത്തിയത്. MLA എത്തിയതോടെ വോട്ടിംഗ് കേന്ദ്രത്തിനു മുന്നിൽ CPM BJP പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു. അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണ്. പോലീസിനാണ് ആദ്യം പരാതി നൽകേണ്ടതെന്നും രാഹുൽ ഹർജിയിൽ പരാമർശിച്ചിരുന്നു. പരാതിക്കാരിയുടെ എല്ലാ ആക്ഷേപങ്ങളിലും തനിക്ക് മറുപടിയുണ്ട്. ഇക്കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് വിശദീകരണം നൽകാൻ തയ്യാറാണ്. അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും രാഹുൽ ഹർജിയിൽ പറഞ്ഞിരുന്നു. ഇതിനിടെ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് തിരുവനന്തപുരം അഡീഷണൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. ഉപാധികളോടെയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചതിനെതിരെ സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് ജീവൻ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രവാസി വ്യവസായിയിൽ നിന്നും SIT മൊഴിയെടുത്തു. ബുധനാഴ്ച വൈകുന്നേരമാണ് പന്തളം സ്വദേശിയായ പ്രവാസി വ്യവസായിയിൽ നിന്ന് SIT വിശദമായ മൊഴിയെടുത്തത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രവാസി വ്യവസായിയിൽ നിന്നും കഴിഞ്ഞ ദിവസം ഫോൺ വഴി വിശദാംശങ്ങൾ ചോദിച്ചിരുന്നു. കേട്ടറിഞ്ഞ കാര്യങ്ങളാണ് പ്രവാസി അന്വേഷണ സംഘത്തിന് കൈമാറിയത്. ചിലരുടെ നമ്പറും കൈമാറിയിട്ടുണ്ട്. പ്രവാസി വ്യവസായിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വിശദ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് SIT. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിറകിൽ അന്താരാഷ്ട്ര പുരാവസ്തു കള്ളക്കടത്ത് സംഘമുണ്ടെന്ന് തനിക്ക് വിവരം ലഭിച്ചെന്ന രമേശ് ചെന്നിത്തലയുടെ പരാതിയിൽ ആരോപണ വിധേയനായ ദുബായ് വ്യവസായിയിൽ നിന്ന് SIT നേരത്തെ മൊഴിയെടുത്തിരുന്നു. കൊള്ളയിൽ ഉൾപ്പെട്ട ഒരാളുമായി ബന്ധപ്പെട്ട് തനിക്കുണ്ടായ വ്യക്തിഗത അനുഭവങ്ങൾ വ്യവസായി അറിയിച്ചു. എന്നാൽ രേഖകളൊന്നും ഹാജരാക്കില്ലെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക് ജീവൻ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് M പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി പിന്നീട് പരിഗണിക്കാൻ മാറ്റി. അതേസമയം കേസിലെ 4ാം പ്രതിയായ ജയശ്രീയുടെ അറസ്റ്റ് സുപ്രീംകോടതി തടഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള ഗുരുതര സ്വഭാവമുള്ള കേസെന്നാണ് കോടതി നിരീക്ഷിച്ചത്. ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ചിലാണ് പത്മകുമാറിന്റെ ഹർജി എത്തിയത്. ദ്വാരപാലക ശില്പക്കവർച്ച കേസിലാണ് പത്മകുമാർ ജാമ്യത്തിന് ശ്രമിച്ചത്. കട്ടിളപ്പാളി കേസിൽ പത്മകുമാർ സമർപ്പിച്ച ജാമ്യ ഹർജി നേരത്തെ തള്ളിയിരുന്നു. അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ പ്രതികളിൽ ആർക്കും ജാമ്യം അനുവദിക്കരുതെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ 4ാം പ്രതിയായ മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ സുപ്രീം കോടതി ജയശ്രീയുടെ അറസ്റ്റ് തടഞ്ഞു. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി തടഞ്ഞത്. ആരോഗ്യ കാരണങ്ങൾ കണക്കിലെടുത്ത് മുൻകൂർ ജാമ്യം വേണമെന്നായിരുന്നു ആവശ്യം. നേരത്തെ ഈ ആവശ്യം ഹൈക്കോടതി തള്ളിയിരുന്നു. അതേസമയം അടുത്ത മാസം 8, 9 തീയതികളിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ മുമ്പാകെ ഹാജരാകണമെന്നും ജയശ്രീയോട് കോടതി നിർദ്ദേശിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറും അറസ്റ്റിലായിരുന്നു. ന്യൂസ് ഡെസ്ക് ജീവൻ.
വിവാദമായ പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി പാട്ടിൽ പോലീസ് കേസെടുത്തെങ്കിലും കടുത്ത നടപടികൾ ഉണ്ടാകില്ല. പാട്ട് സെറ്റുകളിൽ നിന്നും നീക്കം ചെയ്യാനാണ് തീരുമാനം. വിവാദമായ പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി പാട്ടിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെ പ്രതി ചേർത്തവരെ നോട്ടീസ് നൽകി വിളിച്ചുവരുത്തും. കേസെടുത്തതിൽ പോലീസിനുള്ളിൽ രണ്ടഭിപ്രായമാണുള്ളത്. ശരണമന്ത്രത്തെ അപമാനിക്കും വിധം മതവിദ്വേഷമുണ്ടാക്കുന്ന രീതിയിൽ പാട്ടുണ്ടാക്കിയതിനാണ് തിരുവനന്തപുരം സൈബർ പോലീസ് കേസെടുത്തത്. തിരുവാഭരണപാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാല ഡിജിപിക്ക് നൽകിയ പരാതിയിലാണ് കേസ്. നിയമോപദേശം തേടിയെടുത്ത കേസിൽ പ്രതിപട്ടികയിൽ 4 പേരുകളാണ് ഉള്ളത്. ഗാനരചയിതാവ് കുഞ്ഞബ്ദുള്ള, പാടിയ ഡാനിഷ്, നിർമ്മാതാവ് സുബൈർ പന്തല്ലൂർ എന്നിവർക്ക് പുറമെ ഇവരുടെ CMS മീഡിയയും പ്രതിസ്ഥാനത്താണ്. മതസ്പർദ്ധയുണ്ടാക്കിയതിനും വിശ്വാസം വ്രണപ്പെടുത്തിയതിനുമുള്ള വകുപ്പുകൾ ചേർത്തിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. അയ്യപ്പ ഗാനത്തെയും ശരണമന്ത്രത്തെയും അപമാനിച്ചെന്നും FIRൽ പറയുന്നുണ്ട്. സൈബർ പോലീസ് SPയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേസ്. പാട്ട് പെരുമാറ്റച്ചട്ട ലംഘനമെന്ന് ആരോപിച്ച് CPM തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പരാതി നൽകും. തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്തിറങ്ങിയ പാട്ട് ഫലം വന്ന ശേഷം UDF നേതാക്കൾ ഏറ്റുപാടിയതോടെയാണ് വൈറലായത്. മതവികാരം വ്രണപ്പെടുത്തിയെന്ന് കാട്ടി CPMഉം പാട്ടിനെതിരെ പരാതി നൽകാൻ തീരുമാനിച്ചു. ധ്രുവീകരണമുണ്ടാക്കി വോട്ട് പിടിക്കാൻ പാട്ടിലൂടെ ശ്രമം നടന്നെന്നും ചട്ടലംഘനമുണ്ടായെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പരാതിപ്പെടും. തിരുവാഭരണ പാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറിയുടെ പരാതിയെ പാർട്ടി പിന്തുണച്ചിരുന്നു. പിന്നാലെ സമിതി ചെയർമാനായ ഹിന്ദു ഐക്യവേദി ജില്ലാധ്യക്ഷൻ പരാതിയെ തള്ളി രംഗത്തെത്തി. അതേസമയം CPM വികാരത്തെ കളിയാക്കുകയാണെന്ന് കോൺഗ്രസ്. പാരഡിയിൽ പൊള്ളുന്നതെന്തിനാണെന്ന് പാർട്ടിയുടെ ചോദ്യം. ന്യൂസ് ഡെസ്ക് ജീവൻ. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനത്തിൽ ഗവർണറുമായി സമവായത്തിലെത്തിയതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ CPMനുള്ളിൽ വിമർശനം. VC നിയമന സമവായം ഗുണം ചെയ്യില്ലെന്ന് നേതാക്കൾ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശനം ഉന്നയിച്ചു. VC നിയമനത്തിൽ ഗവർണറുമായി സമവായത്തിലെത്തിയതടക്കം വിഷയങ്ങളെല്ലാം മുഖ്യമന്ത്രി തീരുമാനിച്ചത് ഒറ്റയ്ക്കാണെന്നും PM3ക്ക് സമാനമായ ആക്ഷേപം VC നിയമന സമവായത്തിലും ഉയരുമെന്നും നേതാക്കൾ യോഗത്തിൽ മുന്നറിയിപ്പ് നൽകി. ഗവർണറുമായുള്ള സമവായ തീരുമാനം മുഖ്യമന്ത്രി യോഗത്തിൽ അറിയിച്ചപ്പോഴാണ് വിമർശനമുയർന്നത്. മുഖ്യമന്ത്രിയുടെ തീരുമാനത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നേതാക്കൾ എതിർത്തു. യോഗത്തിൽ ഒരാൾ പോലും മുഖ്യമന്ത്രിയെ അനുകൂലിച്ച് സംസാരിച്ചില്ല. രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാകുമെന്ന് നേതാക്കൾ ഓർമ്മിപ്പിച്ചു. VC നിയമനത്തിലെ സമവായം പാർട്ടിയും അറിഞ്ഞില്ലെന്നും വിമർശനമുയർന്നു. VC നിയമനത്തിലെ വിട്ടുവീഴ്ച പാർട്ടി ചർച്ച ചെയ്തിരുന്നില്ല. ഗവർണറുമായി സമവായത്തിന് മുൻകൈയെടുത്തത് മുഖ്യമന്ത്രിയാണെന്നും സമവായ നീക്കം പാർട്ടി അറിഞ്ഞത് മുഖ്യമന്ത്രി തീരുമാനം പറഞ്ഞപ്പോൾ മാത്രമാണെന്നുമായിരുന്നു വിമർശനം. അതേസമയം യോഗത്തിൽ എതിർപ്പുണ്ടായിരുന്നിട്ടും മുഖ്യമന്ത്രി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. സർക്കാർ നിലപാട് ഇതെന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുകയായിരുന്നു. സസ്പെൻഷനിലായിരുന്ന കേരള സർവകലാശാല രജിസ്ട്രാറായിരുന്ന KS അനിൽകുമാറിനെ തിരികെ നിയമിക്കാൻ കടുത്ത രാഷ്ട്രീയ നിലപാടെടുത്ത സർക്കാർ ഒടുവിൽ സമവായത്തിന് വഴങ്ങി പിൻവാങ്ങി. ഇതും വിവാദമായിട്ടുണ്ട്. സെനറ്റ് ഹാളിലെ ഭാരതാംബ ചിത്രത്തിനെതിരെ നടപടിയെടുത്തതോടെയാണ് രജിസ്ട്രാർ അനിലിനെ ഗവർണറുടെ പിന്തുണയോടെ VC സസ്പെൻഡ് ചെയ്തത്. ന്യൂസ് ഡെസ്ക് ജീവൻ. കിഫ്ബിയുടെ മസാല ബോണ്ട് ഇടപാടിൽ മുഖ്യമന്ത്രിക്ക് ആശ്വാസം. ED നോട്ടീസ് സ്റ്റേ ചെയ്ത് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിറക്കി. ED നോട്ടീസ് റദ്ദാക്കണമെന്ന മുഖ്യമന്ത്രിയുടെ ഹർജിയിലാണ് നടപടി. ഫെമ ചട്ടലംഘനം കണ്ടെത്തിയതോടെയാണ് മുഖ്യമന്ത്രി, മുൻ ധനമന്ത്രി തോമസ് ഐസക്, കിഫ്ബി ഉദ്യോഗസ്ഥർ എന്നിവർക്ക് ED നോട്ടീസ് അയച്ചിരുന്നത്. തോമസ് ഐസക്കിനും KM എബ്രഹാമിനുമെതിരായ നടപടികളും കോടതി തടഞ്ഞു. കിഫ്ബിയുടെ ഹർജിയിൽ നേരത്തെ ED നോട്ടീസിലെ തുടർ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. കിഫ്ബിയുടെ CEOയ്ക്കും മുഖ്യമന്ത്രിക്കും ED നോട്ടീസ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി ഹൈക്കോടതിയെ സമീപിച്ചത്. അതേസമയം മസാല ബോണ്ട് കേസിൽ ഫെമ ലംഘനം കണ്ടെത്തിയ ED റിപ്പോർട്ടിലെ തുടർ നടപടികൾ ഹൈക്കോടതി തടഞ്ഞിരുന്നു. 4 മാസത്തേക്കാണ് സ്റ്റേ. റിയൽ എസ്റ്റേറ്റ് ഇടപാടില്ല, വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കുകയാണ് ചെയ്തതെന്നായിരുന്നു കിഫ്ബിയുടെ വാദം. പിന്നാലെ വിശദമായ മറുപടി ആവശ്യപ്പെട്ട് EDക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരുന്നു. മറുപടി ലഭിച്ച ശേഷമാകും കേസിൽ തുടർവാദം. മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിനും കിഫ്ബി CEO ഡോക്ടർ KM അബ്രഹാമിനും എതിരെ നവംബർ 28-നാണ് ED നോട്ടീസ് നൽകിയത്. 2019 മസാല ബോണ്ട് വഴി സമാഹരിച്ച തുകയിൽ നിന്ന് 466.92 കോടി രൂപ ഭൂമി വാങ്ങാൻ വിനിയോഗിച്ചതായി കണ്ടെത്തിയെന്നും ഇത് ഫെമ നിയമലംഘനമായതിനാൽ നോട്ടീസ് കിട്ടി 1 മാസത്തിനകം വിശദീകരണം നൽകണമെന്നുമായിരുന്നു നോട്ടീസ്. ന്യൂസ് ഡെസ്ക് ജീവൻ. നടിയെ ആക്രമിച്ച കേസിലെ അതിജീവതയുടെ പേര് വെളിപ്പെടുത്തി വീഡിയോ പോസ്റ്റ് ചെയ്ത 2ാം പ്രതി മാർട്ടിൻ ആന്റണിക്കെതിരെ തൃശൂർ സൈബർ പോലീസ് കേസെടുത്തു.
കേസിൽ വിധി വന്നതിന് പിന്നാലെ മാർട്ടിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ അതിജീവിതയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ വീഡിയോ പങ്കുവച്ചതിനെ തുടർന്നാണ് നടപടി. നടിയെ ആക്രമിച്ച കേസിലെ പ്രതി മാർട്ടിൻ ജാമ്യത്തിലിറങ്ങിയ സമയത്ത് ചിത്രീകരിച്ചതെന്ന് കരുതുന്ന ഈ വീഡിയോയിൽ അതിജീവിതയുടെ പേര് പരാമർശിക്കുന്നതിനൊപ്പം അന്വേഷണ സംഘത്തിനെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചതോടെ അതിജീവിത മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകുകയായിരുന്നു. തന്റെ സ്വകാര്യത ലംഘിക്കുന്ന തരത്തിൽ വീഡിയോ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടി വേണമെന്ന നടിയുടെ ആവശ്യത്തെ തുടർന്ന് മുഖ്യമന്ത്രി അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. ഇതിനു പിന്നാലെയാണ് തൃശൂർ സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. നിലവിൽ കേസിലെ പ്രതിയായ മാർട്ടിൻ വിയൂർ ജയിലിൽ ശിക്ഷാ തടവുകാരനാണ്. മാർട്ടിൻ പുറത്തുവിട്ട വീഡിയോ സാമൂഹ്യമാധ്യമങ്ങളിൽ പങ്കുവച്ചവരും കേസിൽ പ്രതികളാകുമെന്നാണ് സൂചന. നവമാധ്യമങ്ങളിലെ 27 അക്കൌണ്ട് ഉടമകളെ ഇതിനോടകം പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വീഡിയോയുടെ 27 ലിങ്കുകൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിജീവിതയുടെ പേരോ വ്യക്തിവിവരങ്ങളോ വെളിപ്പെടുത്തുന്നത് നിയമവിരുദ്ധമാണെന്നിരിക്കെ വീഡിയോ ഷെയർ ചെയ്തവർക്കെതിരെ IT നിയമപ്രകാരമുള്ള കർശന നടപടികൾ സ്വീകരിക്കാനാണ് പോലീസിന്റെ നീക്കം. ന്യൂസ് ഡെസ്ക് ജീവൻ. കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വീണ്ടും കുറച്ച കേന്ദ്രം. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തിലെ 5944 കോടിയാണ് വെട്ടിക്കുറച്ചത്. 3 മാസങ്ങളിൽ കേരളത്തിന് കടമെടുക്കാവുന്ന 12,516 കോടിയിൽ നിന്ന് 6,572 കോടി രൂപ മാത്രമേ ഇനി ലഭിക്കൂ. ഇത് സംബന്ധിച്ച കത്ത് ധനവകുപ്പിന് ലഭിച്ചു. കിഫ്ബിയും പെൻഷൻ കമ്പനിയും അധിക തുക വായ്പ എടുത്തുവെന്നാണ് കേന്ദ്രത്തിന്റെ വാദം. തീരുമാനം തെരഞ്ഞെടുപ്പ് വർഷത്തിൽ വൻ പണച്ചെലവിന് ലക്ഷ്യമിട്ടിരുന്ന സർക്കാരിനെ പ്രതിസന്ധിയുണ്ടാക്കും. ഇടക്കാല ബജറ്റ് അവതരണവും തെരഞ്ഞെടുപ്പും തൊട്ടടുത്താണ്. കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ കൊണ്ടുവന്ന നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുന്നതിനും സാമ്പത്തിക പരിധിയിൽ വരുത്തിയ വെട്ടിക്കുറവ് ഇല്ലാതാക്കുന്നതിലും ഈയിടത്തെ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് ജീവൻ. റഷ്യ ഉക്രൈൻ സമാധാന നീക്കങ്ങൾക്ക് തിരിച്ചടി. ഉക്രൈന്റെ ഡോൺബാസ് പ്രദേശം വിട്ടുകിട്ടണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. പ്രകോപിപ്പിച്ചാൽ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഉക്രൈന്റെ ഡോൺബാസ് പ്രദേശം വിട്ടുകിട്ടണമെന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നിലപാട് റഷ്യ ഉക്രൈൻ സമാധാന നീക്കങ്ങൾക്ക് തിരിച്ചടിയാണ്. സമാധാന ശ്രമങ്ങൾ അട്ടിമറിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ ശ്രമിക്കുന്നുവെന്നും പുടിൻ വിമർശിച്ചു. അതേസമയം രാജ്യത്ത് റഷ്യൻ അധിനിവേശം ഉണ്ടായിട്ട് 4 വർഷത്തോടടുക്കുമ്പോൾ നാറ്റോ സഖ്യരാജ്യമാകാനുള്ള തങ്ങളുടെ ഏറെക്കാലമായുള്ള ആഗ്രഹത്തെ തൽക്കാലം ഉപേക്ഷിക്കാനൊരുങ്ങുകയാണ് ഉക്രൈനും സെലൻസ്കിയും. യുദ്ധാനന്തരം ഉക്രൈനിന്റെ സുരക്ഷ US-ഉം യൂറോപ്യൻ രാജ്യങ്ങളും ഉറപ്പു നൽകിയതിനാൽ നാറ്റോ അംഗത്വം നേടാനുള്ള ആഗ്രഹം ഉപേക്ഷിക്കുമെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഞായറാഴ്ച പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് ജീവൻ. പണം വാങ്ങി തടവുകാർക്ക് അനധികൃതമായി സൗകര്യങ്ങൾ ചെയ്തെന്ന കണ്ടെത്തലിൽ ജയിൽ DIG MK വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്യും. 10ലധികം തടവുകാരിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്നും അനധികൃത പരോൾ അനുവദിച്ചെന്നുമാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. ജയിൽ DIG MK വിനോദ് തടവുകാർക്ക് ലഹരി എത്തിച്ചോ എന്നതിലും അന്വേഷണമുണ്ടാകും. ജയിൽ DIGക്കെതിരെ വിജിലൻസ് കേസെടുത്തിരുന്നു. ജയിൽ ആസ്ഥാനത്തെ DIG MK വിനോദ് കുമാറിനെതിരെ വിജിലൻസ് കേസെടുത്തതിന് പിന്നാലെയാണ് ഗുരുതര വിവരങ്ങൾ പുറത്തുവരുന്നത്. TP വധക്കേസിലെ പ്രതി കൊടിസുനി അടക്കം തടവുകാർക്ക് പണം വാങ്ങി ജയിലിൽ സൗകര്യങ്ങൾ ഒരുക്കിയെന്നും പലർക്കും പരോൾ അനുവദിച്ചെന്നുമാണ് കണ്ടെത്തൽ. വിവിധ ജയിലുകളിലെ തടവുകാർക്ക് പരോൾ ഉൾപ്പെടെയുള്ള സഹായം വാഗ്ദാനം ചെയ്ത് തടവുകാർ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിവരിൽ നിന്ന് 1,80,000 രൂപ കൈക്കൂലി വാങ്ങിയതായാണ് കേസ്. തിരുവനന്തപുരത്തെ 1ാം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റിനാണ് അന്വേഷണ ചുമതല. രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിലാണ് ക്രമക്കേട് സംബന്ധിച്ച വിവരം പുറത്തുവന്നത്. ഗൂഗിൾ പേ വഴിയും ഭാര്യയുടെ അക്കൗണ്ട് വഴിയും 1.8 ലക്ഷം വാങ്ങിയതായി കണ്ടെത്തി. മയക്കുമരുന്ന് കേസുകളിലെ പ്രതികൾക്കുൾപ്പെടെ സൗകര്യങ്ങളൊരുക്കാൻ പണം വാങ്ങിയെന്നാണ് കണ്ടെത്തൽ. പണം വാങ്ങിയ ശേഷം അനുകൂല റിപ്പോർട്ടുകളുണ്ടാക്കി പരോൾ അനുവദിച്ചെന്നും കണ്ടെത്തിയിട്ടുണ്ട്. വിയ്യൂർ ജയിലിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥനെ ഇടനിലക്കാരനാക്കിയാണ് പണം വാങ്ങുന്നതെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് ജീവൻ. കൊച്ചിയിൽ വലിയ ദുരന്തമൊഴിവായത് തലനാരിഴയ്ക്ക്. നെടുമ്പാശ്ശേരിയിൽ അടിയന്തര ലാൻഡിംഗ് വേണ്ടിവന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന്റെ ടയറുകൾ പൊട്ടി. ലാൻഡിംഗ് ഗിയറിലെ തകരാറിനെ തുടർന്നാണ് വിമാനം അടിയന്തരമായി ഇറക്കിയത്. ജിദ്ദയിൽ നിന്ന് വന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ 160 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. ജിദ്ദയിൽ നിന്ന് കരിപ്പൂരിൽ ഇറങ്ങേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് നെടുമ്പാശ്ശേരിയിൽ ഇറക്കിയത്. യാത്രക്കാർ സുരക്ഷിതരാണെന്ന് സിയാൽ അറിയിച്ചു. യാത്രാമധ്യേ വിമാനത്തിന് സാങ്കേതിക തകരാറുകൾ സംഭവിച്ചതിനെ തുടർന്ന് അടിയന്തര ലാൻഡിംഗ് വേണമെന്ന് പൈലറ്റ് ആവശ്യപ്പെടുകയായിരുന്നു.
ലാൻഡിംഗ് ഗിയറിന് തകരാർ സംഭവിച്ചതായും വിമാനത്തിന്റെ 2 ടയറുകളും പൊട്ടിയതായതുമായാണ് വിവരങ്ങൾ. വിമാനത്തിന്റെ ലാൻഡിംഗിനായി കൊച്ചി വിമാനത്താവളം സജ്ജമായിരുന്നു. എയർ ഇന്ത്യ വിമാനത്തിനുണ്ടായത് ഗുരുതരമായ സാങ്കേതിക പിഴവെന്നാണ് സൂചന. വിമാനം ജിദ്ദയിൽ നിന്ന് പുറപ്പെട്ടത് പുലർച്ചെ 1:15-നാണ്. വിമാനം ജിദ്ദയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ തന്നെ ടയറുകളിലൊന്ന് പൊട്ടിയതായാണ് സംശയം. ടേക്ക് ഓഫ് സമയത്ത് വലിയ ശബ്ദവും വിമാനത്തിനുള്ളിൽ വലിയ കുലുക്കവും അനുഭവപ്പെട്ടിരുന്നതായി യാത്രക്കാർ പറയുന്നു. എന്നാൽ കൊച്ചിയിലെത്തിയപ്പോഴാണ് സാങ്കേതിക തകരാറുണ്ടായ കാര്യം യാത്രക്കാരെ അറിയിച്ചത്. ന്യൂസ് ഡെസ്ക് ജീവൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആകെ വോട്ടിൽ കുതിച്ച UDF. LDF-നേക്കാൾ 7.5 ലക്ഷം വോട്ടുകളാണ് UDF അധികം നേടിയത്. LDF-നേക്കാൾ 3.5% വോട്ടാണ് UDF ഈ തെരഞ്ഞെടുപ്പിൽ അധികം നേടിയതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. 2020-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-നേക്കാൾ 5.40 ലക്ഷം വോട്ട് LDF-ന് ലഭിച്ചിരുന്നു. ഇതിനെ മറികടന്നാണ് ഇത്തവണത്തെ UDF മുന്നേറ്റം. 89.69 ലക്ഷം വോട്ടാണ് UDF-ന് ഇത്തവണ ലഭിച്ചത്. കഴിഞ്ഞ തവണ കിട്ടിയ 79.07 ലക്ഷം വോട്ടായിരുന്നു UDF പെട്ടിയിലായത്. 10.62 ലക്ഷം വോട്ടുകൾ അധികം ലഭിച്ചു. LDF കഴിഞ്ഞ തവണ നേടിയ 84.48 ലക്ഷം വോട്ടിൽ നിന്ന് 2.32 ലക്ഷം വോട്ട് ഇക്കുറി കുറഞ്ഞു. 82.16 ലക്ഷം വോട്ടാണ് ഇത്തവണ കിട്ടിയത്. കഴിഞ്ഞ തവണ 31.65 ലക്ഷം വോട്ട് കിട്ടിയ NDAയ്ക്ക് 32.17 ലക്ഷം വോട്ടാണ് ഇത്തവണ ലഭിച്ചത്. മലപ്പുറം ജില്ലയിലാണ് UDF-ന് ഏറ്റവും കൂടുതൽ വോട്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ UDF-ന് കൂടുതൽ വോട്ടുകൾ ലഭിച്ചു. കണ്ണൂരിലാണ് LDF-ന് ഏറ്റവും കൂടുതൽ വോട്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ LDF കൂടുതൽ വോട്ട് നേടി. 6 ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് മലപ്പുറം ജില്ലയിൽ UDF-ന് ലഭിച്ചത്. കണ്ണൂരിൽ 83,041 വോട്ടുകൾ LDF-ന് അധികം ലഭിച്ചു. എറണാകുളത്ത് 1.41 ലക്ഷം, കോട്ടയം 64,591, ഇടുക്കി 63,249, കോഴിക്കോട് 58,545, കാസർഗോഡ് 58,477, പത്തനംതിട്ട 49,305, വയനാട് 47,300 എന്നിങ്ങനെയാണ് UDF-ന്റെ ഭൂരിപക്ഷം. കണ്ണൂർ 83,041, തൃശൂർ 67,714, പാലക്കാട് 65,406, തിരുവനന്തപുരം 43,137, കൊല്ലം 39,746, ആലപ്പുഴ 30,951 എന്നിങ്ങനെയാണ് LDF-ന്റെ ഭൂരിപക്ഷം. NDAയ്ക്ക് 1 ലക്ഷത്തോളം വോട്ട് വർദ്ധിച്ചെന്നാണ് കണക്കുകൾ. 32.17 ലക്ഷം വോട്ടുകളാണ് NDAയ്ക്ക് ലഭിച്ചത്. ന്യൂസ് ഡെസ്ക് ജീവൻ. മുന്നണി മാറ്റ ചർച്ചകളെ തുടർന്ന് ജോസ് കെ മാണി രൂക്ഷ വിമർശനം ഉയർത്തിയതോടെ കടുത്ത അതൃപ്തിയിൽ PJ ജോസഫ്. ഇനിയും ജോസ് കെ മാണിയെ സ്വാഗതം ചെയ്യുന്ന നിലപാട് ആവർത്തിക്കരുതെന്ന് PJ ജോസഫ് UDF നേതൃത്വത്തോട് ആവശ്യപ്പെട്ടേക്കും. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കണക്കുകളെ വളച്ചൊടിച്ച് ചിത്രീകരിക്കാനാണ് ജോസ് കെ മാണി ശ്രമിക്കുന്നതെന്നാണ് PJ ജോസഫ് വിഭാഗത്തിന്റെ അഭിപ്രായം. പരിഹാസ രൂപേണയുള്ള പ്രതികരണമാണ് ജോസ് കെ മാണിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. പരുന്തിനു മുകളിലിരിക്കുന്ന കുരുവിയാണ് ജോസഫ് വിഭാഗം എന്നായിരുന്നു ജോസ് കെ മാണിയുടെ പരാമർശം. എന്നാൽ അതിനെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് PJ ജോസഫ്. എങ്കിലും തന്റെ അതൃപ്തി ജോസഫ് മുന്നണിയെ അറിയിക്കും. 1000-ഓളം സീറ്റിൽ മത്സരിച്ച് 25% പോലും സീറ്റിൽ ജയിക്കാത്ത ഒരു പാർട്ടി 640-ഓളം സീറ്റിൽ മത്സരിച്ച് 340-ഓളം സീറ്റിൽ ജയിച്ച ഒരു പാർട്ടിയെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ആലോചിക്കണമെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്റ്റേറ്റ് കോർഡിനേറ്റർ അപ്പു ജോൺ ജോസഫ് പറഞ്ഞു. കോട്ടയം ജില്ലയിൽ തന്നെ 120-ഓളം സീറ്റിലാണ് പാർട്ടി നേരിട്ട് മത്സരിച്ചതെന്നും അതിൽ തന്നെ ഏകദേശം 68%-ഓളം വിജയം സ്വന്തമാക്കാൻ സാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. മുന്നണിയെ ശക്തിപ്പെടുത്തുന്ന ഒരു നീക്കത്തിനും കേരള കോൺഗ്രസ് എതിരല്ലെന്നും എന്നാൽ പ്രായോഗിക രാഷ്ട്രീയത്തിൽ മാണി ഗ്രൂപ്പ് വരുന്നത് മുന്നണിയിൽ പൊട്ടിത്തെറിയുണ്ടാക്കുമെന്നും അപ്പു ജോസഫ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ജീവൻ. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പുകളിൽ LDF-നും UDF-നും പിന്തുണ നൽകേണ്ടെന്ന തീരുമാനത്തിൽ BJP. സംസ്ഥാന നേതൃത്വമാണ് ജില്ലാ ഘടകങ്ങൾക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. 3 അതിൽ കൂടുതലോ അംഗങ്ങളുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ
അധ്യക്ഷ ഉപാധ്യക്ഷ സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാനും ബിജെപി നേതൃത്വം നിർദ്ദേശം നൽകി. തീരുമാനം പാലിക്കണമെന്നും വീഴ്ച വരുത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ച ബിജെപി 1ാം സ്ഥാനത്തോ മറ്റു 2 മുന്നണികൾക്കും ഒപ്പമോ എത്തിയ 46 തദ്ദേശ സ്ഥാപനങ്ങളുണ്ട്. ഇരു മുന്നണികൾക്കും വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാത്ത 100-ലധികം സ്ഥലത്ത് അധ്യക്ഷ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പുകളിൽ ബിജെപി അംഗങ്ങളുടെ വോട്ട് നിർണായകമാണെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് ജീവൻ. കേരള പോസ്റ്റൽ സർക്കിളിലെ ക്രിസ്മസ് ആഘോഷത്തിൽ RSS ഗണഗീതം ആലപിക്കണമെന്ന ആവശ്യത്തിനെതിരെ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP നിർദ്ദേശം തിരുത്തണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രിക്ക് MP കത്തയച്ചു. തപാൽ വകുപ്പ് തിരുവനന്തപുരം മേഖലാ ആസ്ഥാനത്ത് ഔദ്യോഗിക ക്രിസ്മസ് ആഘോഷത്തിനിടെ RSS ഗണഗീതം ആലപിക്കുവാൻ അനുവാദം നൽകണമെന്ന BJP അനുകൂല തൊഴിലാളി സംഘടനയുടെ ആവശ്യത്തിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ടാണ് ജോൺ ബ്രിട്ടാസ് MP കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്കും കേന്ദ്ര പോസ്റ്റൽ വകുപ്പ് സെക്രട്ടറിക്കും കേരള പോസ്റ്റൽ സർക്കിൾ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറലിനും കത്ത് നൽകിയത്. കേരള പോസ്റ്റൽ സർക്കിൾ ക്രിസ്മസ് പരിപാടികൾക്കിടയിൽ ദേശസ്നേഹം ഊട്ടിയുറപ്പിക്കുവാനെന്ന പേരിൽ RSS ഗണഗീതം ആലപിക്കുവാൻ അനുവാദം നൽകണമെന്നാണ് BJP അനുകൂല സംഘടന ആവശ്യപ്പെട്ടത്. ആഘോഷത്തിൽ എല്ലാ ജീവനക്കാരും പങ്കെടുക്കുന്നതിന് വേണ്ട നിർദ്ദേശം നൽകണമെന്നും പരിപാടിയുടെ വീഡിയോ ചിത്രീകരിക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തണമെന്നും വീഡിയോ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടി പ്രചരിപ്പിക്കണമെന്നെല്ലാം ആവശ്യപ്പെട്ടാണ് BMSന് കീഴിൽ വരുന്ന ഭാരതീയ പോസ്റ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ് എംപ്ലോയീസ് യൂണിയൻ പോസ്റ്റൽ വകുപ്പ് അധികാരികൾക്ക് കത്ത് നൽകിയത്. ഒരു പ്രത്യേക സംഘടനയുടെ ആശയങ്ങളെ മഹത്വവൽക്കരിക്കാനുള്ള ശ്രമം ആശങ്കാജനകമാണെന്ന് ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. യഥാർത്ഥ ദേശസ്നേഹം ഭരണഘടനയോടുള്ള പ്രതിബദ്ധതയിലൂടെയാണ് ഉണ്ടാകേണ്ടത്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ആഘോഷവുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക പരിപാടിയിൽ RSSുമായി ബന്ധപ്പെട്ട ഗണഗീതം ഉൾപ്പെടുത്തുന്നത് ഒട്ടും ശരിയല്ല. സർക്കാർ ഓഫീസിൽ സംഘടിപ്പിക്കുന്ന ഒരു ആഘോഷത്തിന്റെ ഭാഗമായി ഒരു പ്രത്യേക രാഷ്ട്രീയ ആശയധാരയുമായി ബന്ധപ്പെട്ട ഗാനത്തെ ഉൾപ്പെടുത്താനുള്ള ശ്രമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് MP വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ജീവൻ. ഫിഫയുടെ മികച്ച പുരുഷ കളിക്കാരനായി ഉസ്മാൻ ഡെംബലെ തിരഞ്ഞെടുക്കപ്പെട്ടു. യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടാനും ഫിഫ ക്ലബ് ലോകകപ്പ് ഫൈനലിൽ എത്താനും സഹായിച്ച 6 കളിക്കാർ 2025 ഫിഫ പുരുഷ ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പാരീസ് സെയിന്റ് ജെർമൻ, ഫ്രാൻസ് ദേശീയ ടീം എന്നിവയ്ക്കായി ബൂട്ടണിഞ്ഞിട്ടുള്ള ഉസ്മാൻ ഡെംബലെ 2025 മികച്ച പുരുഷ കളിക്കാരനെന്ന നിലയിലാണ് ആദരിക്കപ്പെടുന്നത്. കൂടുതലും പാരീസ് സെയിന്റ് ജെർമൻ കളിക്കാരാണ് ഓൾ സ്റ്റാർ ടീമിൽ അംഗമായിട്ടുള്ളത്. പാരീസ് സെയിന്റ് ജെർമനായി യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടാനും ഫിഫ ക്ലബ് ലോകകപ്പ് ഫൈനലിൽ എത്താനും സഹായിച്ച 6 കളിക്കാർ 2025 ഫിഫ പുരുഷ ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇറ്റാലിയൻ താരവും മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് ചേക്കേറി മികച്ച പ്രകടനം തുടരുന്ന ഗോൾ കീപ്പർ ജിയാൻ ലൂയിഗി ഡോണറമ്മ, മൊറോക്കോയുടെ സൂപ്പർ താരമായ അക്രാഫ് ഹക്കീമി, ഇക്വഡോർ പ്രതിരോധ നിര താരം വിലിയൻ പാച്ചോ, പോർച്ചുഗീസ് ഡിഫൻഡർ നുനോ മെൻഡസ്, പോർച്ചുഗീസ് മിഡ്ഫീൽഡറായ വിറ്റിൻഹ, ഫ്രഞ്ച് താരം ഉസ്മാൻ ഡെംബലെ, ക്ലബ് ലോകകപ്പ് എഡിഡാസ് ഗോൾഡൻ ബോൾ ജേതാവ് കോൾ പാമർ, സ്പാനിഷ് ടീമിലെ കൌമാരക്കാരനും ബാഴ്സലോണയുടെ മികച്ച സ്ട്രൈക്കറുമായ ലാമിൻ യമാൽ, മറ്റൊരു സ്പാനിഷ് താരമായ പെട്രി, ലിവർപൂളിന്റെ നെതർലൻഡ്സ് താരം വിർജിൽ വാൻ ഡിക്, ഇംഗ്ലീഷ് താരം ജൂഡ് ബെല്ലിംഗ്ഹാം തുടങ്ങിയവരാണ് ഫിഫ 11 ഇടം പിടിച്ചിരിക്കുന്നത്. സ്പോർട്സ് ഡെസ്ക് ജീവൻ. പുതിയ T20 റാങ്കിങ്ങിൽ നേട്ടം കൊയ്ത ഇന്ത്യൻ താരങ്ങളായ അർഷ്ദീപ് സിംഗും വരുൺ ചക്രവർത്തിയും തിലക് വർമ്മയും. ബൌളർമാരിൽ 1ാം സ്ഥാനം വരുൺ ചക്രവർത്തി നിലനിർത്തി. പുതിയ T20 റാങ്കിങ്ങിൽ സഞ്ജുവിനും ഗില്ലിനും സൂര്യയ്ക്കും സ്ഥാനനഷ്ടമുണ്ടായി. ബുംറയുടെ റെക്കോർഡ് വരുൺ ചക്രവർത്തി തകർക്കുകയും ചെയ്തു. ബൌളർമാരിൽ 1ാം സ്ഥാനം നിലനിർത്തിയ വരുൺ ചക്രവർത്തി 1ാം സ്ഥാനത്ത് ഒരു ഇന്ത്യൻ ബൌളർക്ക് കിട്ടുന്ന ഏറ്റവും ഉയർന്ന റേറ്റിംഗ് പോയിന്റ് സ്വന്തമാക്കി. 2017 ബുംറ നേടിയിരുന്ന 783 റേറ്റിംഗ് പോയിന്റിന്റെ റെക്കോർഡാണ് ചക്രവർത്തി മറികടന്നത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ T20 പരമ്പരയിൽ മികവ് കാട്ടിയതോടെ ബൌളർമാരുടെ റാങ്കിങ്ങിൽ 4 സ്ഥാനം ഉയർന്ന ഇന്ത്യൻ പേസർ അർഷ്ദീപ് സിംഗ് 16ാം സ്ഥാനത്തെത്തി. ബൌളിംഗ് റാങ്കിൽ 14 സ്ഥാനം മെച്ചപ്പെടുത്തി 25ാം സ്ഥാനത്തെത്തിയ ദക്ഷിണാഫ്രിക്കയുടെ മാർക്കോ യാൻസനാണ് ഏറ്റവുമധികം നേട്ടം കൊയ്ത മറ്റൊരു ബൌളർ.
ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ രണ്ടാം T20-യിൽ അർദ്ധ സെഞ്ചുറിയുമായി തിളങ്ങിയ ഇന്ത്യൻ താരം തിലക് വർമ്മ 2 സ്ഥാനമുയർന്ന് ബാറ്റിംഗ് റാങ്കിൽ 4-ാം സ്ഥാനത്തെത്തി. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പരയിൽ മറ്റൊരു ഇന്നിംഗ്സ് കളിക്കാനായില്ലെങ്കിലും 909 റേറ്റിംഗ് പോയിന്റുമായി അഭിഷേക് ശർമ്മ 1-ാം സ്ഥാനം നിലനിർത്തി. മോശം ഫോം തുടരുന്ന ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് 1 സ്ഥാനം താഴേക്കിറങ്ങി. ഇന്ത്യൻ വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ല 2 സ്ഥാനം താഴേക്കിറങ്ങി 30-ാം സ്ഥാനത്തേക്ക് വീണു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആദ്യ 2 മത്സരങ്ങളിലും ഗിൽ 0-ന് പുറത്തായിരുന്നു. പ്ലേയിംഗ് 11-ൽ നിന്ന് തുടർച്ചയായി അവഗണിക്കപ്പെടുന്ന മലയാളി താരം സഞ്ജു സാംസണും റാങ്കിങ്ങിൽ തിരിച്ചടി നേരിട്ടു. പുതിയ റാങ്കിങ്ങിൽ 3 സ്ഥാനം താഴേക്കിറങ്ങിയ സഞ്ജു 46-ാം സ്ഥാനത്താണ്. സ്പോർട്സ് ഡെസ്ക് ജീവൻ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കിഫ്ബി മസാല ബോണ്ട് ഇടപാട് ED നോട്ടീസ് സ്റ്റേ ചെയ്ത ഹൈക്കോടതി. കിഫ്ബിക്കും മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനുമെതിരായ നടപടികൾക്കും വിലക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ള മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന് ജാമ്യം നിഷേധിച്ച് ഹൈക്കോടതി. മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീയുടെ അറസ്റ്റ് തടഞ്ഞ സുപ്രീം കോടതി. പീഡന പരാതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് വിലക്ക് നീട്ടി ഹൈക്കോടതി. ജനുവരി 7 വരെ അറസ്റ്റ് പാടില്ലെന്ന് കോടതി. നടപടി 1ാമത്തെ പീഡന കേസിൽ. കേരളത്തിന് കേന്ദ്രത്തിന്റെ വക ഇരുട്ടടി പിന്നെയും. കടമെടുപ്പ് പരിധിയിൽ വെട്ടിക്കുറച്ചത് 5944 കോടി. സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാകുമെന്ന വിലയിരുത്തൽ. റഷ്യ ഉക്രൈൻ സമാധാന ചർച്ച പ്രതിസന്ധിയിൽ ഡോൺബാസ് പ്രദേശം വിട്ടുകിട്ടണമെന്ന് റഷ്യൻ പ്രസിഡന്റ്. കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുമെന്നും മുന്നറിയിപ്പ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.